ബാബേട്ടാ, അപ്പോൾ ഇവിടുന്ന് കോവൂർ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ആലത്തിയൂർ ഹനുമാൻ ടെമ്പിളിലേക്ക് പോവുകയാണ്. ഇതിന് മുന്നേ എങ്ങനെ പോയിട്ടുണ്ടോ എവിടേക്കെങ്കിലും സൈക്കിളിൽ? മുന്നേന്ന് പറഞ്ഞാൽ അതായത് ഒരു 5 കൊല്ലം മുന്നേ 2021 ജൂൺ 28-ാം തീയതി നേരെ ഗുരുവായൂർ പോയി. ഇതേ വണ്ടിയിൽ തന്നെ, ഇതേ ടയറും ഇതൊക്കെ തന്നെയാണ്. നേരെ ഗുരുവായൂർ പോയി. ഇവിടുന്ന് 8:15 പുറപ്പെട്ട് രാത്രി 8:45 അവിടെ എത്തി. പിറ്റേന്ന് അവിടുന്ന് ഇങ്ങോട്ടും പോയി. ടോട്ടല് 240 കിലോമീറ്ററോളം ആ ടൈമിൽ ചവിട്ടി. ഓക്കെ. ഇതേത് സൈക്കിൾ ഏതാണ്? ഈ സൈക്കിളിൽ പഴയ റൈലിയാണ്. ഞാനൊരു പഴയ തഹസിൽദാർ എടുത്താണ്. അത് അയാളൊരു തരുന്നില്ലാത്തതാണ്. എൻ്റെ മോഹൻ്റെ കൊടുത്ത് വാങ്ങിയതാണ്. ഇത് കുറച്ച് പണി ഞാൻ കുറിച്ച്. എത്ര വർഷം പഴക്കേണ്ടത് ഇപ്പോൾ സൈക്കിളിന്? ഒരു 70 വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട്. ഓ ശരി. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ രാവിലെ 9 മണിയായി. ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര മണിക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അത് പറയാൻ പറ്റില്ല. പോവുകയാണ് ഞാൻ. അതിനെന്താ കണക്കൊന്നും എടുത്തില്ല. നോക്കട്ടെ. അവിടെ എത്തിയിട്ട് ഞാനൊന്ന് അതിൻ്റെ ഇടയിലുള്ള ചില സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ ഇതിനെ കൊണ്ടൊരു ഉദ്ദേശമുണ്ട്. ഞാനിപ്പോൾ എന്താണ് ഉദ്ദേശം? പബ്ലിസിറ്റിക്ക് ഒന്നിനും വേണ്ടിയിട്ടില്ലല്ല. കാരണം എബവ് 65 ആയിട്ടുള്ള ആൾക്കാർക്കും, അതായത് എനിക്കിപ്പം 67 റണ്ണിങ്, വയസ്സ് 67. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കും പോകാനുള്ള ഒരു പ്രചോദനം കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ, പിന്നെ സ്ട്രെസ്സ്, അതിന് പറഞ്ഞ മനോഹരമായ കാഴ്ചകൾ കണ്ട് പോവുകയല്ലേ. ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലതാണ്. ജനങ്ങളും എല്ലാവരും വളരെ പ്രകൃതിയും ഒക്കെ അടുത്തറിഞ്ഞ് പോകാൻ ഏറ്റവും നല്ല ഉപാധി ഗതാഗതം സൈക്കിൾ തന്നെയാണ്. അപ്പം ബാബേട്ടന് 67 വയസ്സ്. ഇപ്പം ബാബേട്ടനെക്കാട്ടും വയസ്സ് കൂടുതലുള്ള ആളെ കൂടിയാണ് പോകുന്നത്. 3 വയസ്സ് കൂടുതലുള്ള ആളെ കൂടി. അതെ. അപ്പോൾ ആകെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കാലാവസ്ഥ ചൂടാണ്. അനുഗ്രഹം കൊണ്ടല്ല പോകുന്നത്. അതെ. അപ്പം കുറേ വെള്ളം കുടിക്കുക. അന്ന് 21 പോയ സമയത്ത്, അതായത് പിന്നെ 2021 പോകുന്ന സമയത്ത് ജൂൺ 28-നാണ് പോകുന്നത്. ഗുരുവായൂർ. ഇതിലും വലിയ വെയില. ഗുരുവായൂർ. ഗുരുവായൂർ. അന്ന് ഇതിലും നല്ല വെയില. അന്ന് മഴയില്ല. ആ 21 ജൂൺ 21 മഴയില്ലാത്ത ദിവസമാണ് പോകുന്നത്. മേലോട്ടാകെ ഉപ്പ് ഇങ്ങനെ പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ഞങ്ങൾക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കുക. യാത്രയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇത് കാണുന്ന എല്ലാവരും പ്രാർത്ഥന എൻ്റെ കൂട്ടത്തിലുണ്ടാണ്. തീർച്ചയായിട്ടും ആയിക്കോട്ടെ. താങ്ക് യു. താങ്ക്സ്.